നമസ്കാരം. തെരഞ്ഞെടുപ്പ് അംഗങ്ങളെല്ലാം കഴിഞ്ഞു. ഏറെക്കുറെ ഫലങ്ങളെല്ലാം പുറത്തു വന്നു. വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവിടെ വലിയ കൂടുതലായി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ പ്രിയങ്ക ഗാന്ധിക്ക് തന്നെയാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു വോട്ടിംഗ് സ്ട്രക്ചർ അങ്ങനെയാണ്. അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം, ആ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്തിൽ കൃത്യമായി വോട്ടുകൾ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തന്നെ ക്രോഡീകരിക്കപ്പെടും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. തന്നെയുമല്ല, ഒരു ദേശീയ നേതാവ് മത്സരിച്ചു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സഹോദരി മത്സരിച്ചു എന്നുള്ള ഒരു പ്രാതിനിധ്യവും കൂടി, അല്ലെങ്കിൽ പ്രാധാന്യവും കൂടി വയനാട് മണ്ഡലത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ജയിക്കുന്നു. ഇവിടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതോടൊപ്പം ആ UDF കേന്ദ്രങ്ങളുടെ ശക്തമായ ഒരു പ്രചരണ തന്ത്രവും അതോടൊപ്പം UDF BJPയിലുണ്ടായ പ്രതിസന്ധികളും ഇതെല്ലാം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ടുകളായി മാറി എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. പി സരിനെ ഉൾക്കൊള്ളാൻ എന്തുകൊണ്ടോ ഇവിടുത്തെ CPMകാർക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയാതെ പോയതിൻ്റെ ഒരു വലിയ പ്രശ്നവും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയതിൻ്റെ ഒരു വലിയ പ്രശ്നവും അവിടെ തന്നെ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിക്കുകയും ചെയ്തു. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ചാൽ, ചേലക്കരയിൽ ശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ ഒരു ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അവിടെ വോട്ടിംഗ് ശതമാനം കുറവായിരുന്നു. ഏകദേശം 5% വോട്ടിങ്ങിൻ്റെ കുറവ് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ചേലക്കരയിൽ UR പ്രദീപ് നേടിയിരിക്കുന്ന മികച്ച ഒരു ഭൂരിപക്ഷമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ എന്തോ മലമറിച്ച് കളയും എന്നുള്ളൊരു ഭാവത്തോടു കൂടി അവിടെ സുധീറിനെ നിർത്തി അവിടെ മത്സരിപ്പിച്ച PV അൻവർ MLA അവസ്ഥ എന്താണ് എന്നുള്ളതാണ് വലിയ കഷ്ടം. PV അൻവറിനെ കുറിച്ച് തൽക്കാലം ഒന്നും പറയേണ്ടി വരിക, അദ്ദേഹം വലിയ വ്യാമോഹങ്ങളോടുകൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് സജീവമായത്. അതായത് ഏറനാട് മത്സരിച്ചു, അതിനുശേഷം ഇവിടെ നിലമ്പൂരിൽ നിന്ന് CPMൻ്റെ ടിക്കറ്റിൽ ഇടത് സ്വതന്ത്രനായി മത്സരിക്കുന്നു, അങ്ങനെയാണ് MLA ആവുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും അവിടെ നിന്ന് മുഖ്യമന്ത്രിയെയും പാർട്ടിക്കാരെയും എല്ലാം ചീത്തയൊക്കെ വിളിച്ചുകൊണ്ട് നേരെ വന്നിട്ട് DMK എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കുന്നു. ആ DMK എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് ഞാനിവിടെ എന്തോ മലമറിക്കും, ഞാനിവിടെ ഒരു സീറ്റ് പിടിച്ചെടുക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി KPCCയുമായി പിണങ്ങിക്കഴിയുന്ന സുധീറിനെ പിടിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നു. അവിടെ ഒരുപക്ഷെ UDFൻ്റെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ കഴിയും എന്നുള്ള ചിന്താഗതി ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ PV അൻവർ വല്ലാത്ത ഒരു കളി കളിച്ചത്. പാലക്കാട് നിന്നുകൊണ്ട് അവിടെ നിർത്തിയിരുന്ന സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് UDFുമായി അവിടെ ഒരു സന്ധിജയിൽ അവിടെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് അധികപ്പറ്റാവില്ല. പക്ഷേ ആ വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തന്നെ ക്രോഡീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് വരികയുള്ളൂ. എന്നിരുന്നാൽ തന്നെയും അവിടെ ചേലക്കരയിൽ വലിയ എന്തോ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും, കോൺഗ്രസിനെ കടത്തിവെട്ടാൻ കഴിയും, അവിടെ 2ാം സ്ഥാനത്തേക്കെങ്കിലും മിനിമം എത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി, അല്ലെങ്കിൽ അത്തരം ഗീർവാണങ്ങളോടുകൂടി തന്നെയാണ് PV അൻവർ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നത്. കാര്യം അവിടെ KPCCയിൽ നിന്ന് പിണങ്ങിപ്പോയ ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ തീർച്ചയായും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ കുറേയധികം വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു പ്രതീക്ഷ ഒരു പക്ഷേ എന്നല്ല, കൃത്യമായി PV അൻവറിനുണ്ടായിരുന്നു. അതിനെല്ലാം മങ്ങലേറ്റിരിക്കുകയാണ്. ഇനിയിപ്പോൾ PV അൻവറിനെ എല്ലാ തരത്തിലും PV അൻവർ ഒരു ശക്തി കുറഞ്ഞ നേതാവാണ് എന്നുള്ള തരത്തിൽ തന്നെ വിലയിരുത്തപ്പെട്ടു കഴിഞ്ഞു. CPMൽ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ PV അൻവറിൻ്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുമ്പോൾ തീർച്ചയായും ഇടതുപക്ഷത്തിനെതിരായി ശക്തമായൊരു വികാരം ഉയർത്തിവിടാൻ ഒരുപക്ഷെ PV അൻവറിന് കഴിഞ്ഞേനെ. കാര്യം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ PV അൻവർ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന CPMനെയും പിണറായി വിജയനെയും ശശിയെയും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ രീതിയിൽ ഇത്തരത്തിലുള്ള പല കള്ളക്കളികളും നടത്തിയവരാണ് ഇടതുപക്ഷം എന്നുള്ളൊരു പ്രചാരണ വേല അവിടെ നടത്തിയത്. ഫലിച്ചിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഇത്തവണ രമ്യ ഹരിദാസിന് ഗുണം ചെയ്തേനെ, അതുമല്ലെങ്കിൽ മറിച്ച് സുധീറിന് ഗുണം ചെയ്തേനെ. ഈ 2 തരത്തിലുള്ള ഗുണങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല. ഭൂരിപക്ഷത്തിൽ കുറവെന്ന് പറയാനൊന്നും സാധിക്കില്ല. അപ്പോൾ കാര്യം ഇതിനു മുൻപ് 2016 അദ്ദേഹം മത്സരിച്ച സമയത്ത് അവിടെ നേടിയ ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം UR പ്രദീപിന് അവിടെ നേടാൻ കഴിഞ്ഞു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഈ അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തന്നെ രമ്യ ഹരിദാസിന് അവിടെ ഒരു മുൻതൂക്കം ലഭിക്കുമായിരുന്നു. അവിടെ അതും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇനിയിപ്പോൾ ഈ പറയുന്ന PV അൻവർ ഇഫക്റ്റ് അവിടെ എങ്ങും വർക്ക് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ UR പ്രദീപിൻ്റെ ഭൂരിപക്ഷത്തിൽ വലിയൊരു ഇടിവുണ്ടായേനെ. എന്നിരുന്നിട്ട് പോലും അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രത്തോളം മാത്രമേ PV അൻവറിന് കേരള രാഷ്ട്രീയത്തിൽ പ്രാധാന്യമുള്ളൂ. ഇതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ UDF തിരിച്ചറിയും. കാര്യം പാലക്കാട് PV അൻവറിൻ്റെ വകയായിട്ട് എത്ര വോട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്, അതല്ലെങ്കിൽ അവിടെ വയനാട്ടിലേക്ക് PV അൻവറിൻ്റെ കെയർ ഓഫിൽ എത്ര വോട്ടുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു അവലോകനം വരുമ്പോൾ
തീർച്ചയായും UDF-ലേക്ക് PV അൻവറിനെ കൊണ്ടുവരുന്നത് കൊണ്ട് UDF-ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനം ചെയ്യുമോ എന്നതിനെക്കുറിച്ച് അവരൊന്ന് ചർച്ച ചെയ്ത് അങ്ങനെ PV അൻവറിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അവലോകനത്തിൽ തെളിയുന്നതെങ്കിൽ PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകും. ഏറെക്കുറെ ഇപ്പോൾ PV അൻവർ ഇപ്പോൾ ഫ്രെയിമിലേ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി. പാലക്കാട്ടെ സരിൻ്റെ അതേ അവസ്ഥയാണ്. PV അൻവർ ഒരു ഘട്ടത്തിൽ പോലും ഫ്രെയിമിലില്ല. അവിടെ നമുക്കറിയാം ജൂനിയർ ആർട്ടിസ്റ്റുകളെയും പാചകക്കാരെയും ഒക്കെ കൊണ്ട് നിറക്കിക്കൊണ്ട് അവിടെ ഒരു വലിയ പ്രകടനമൊക്കെ നടത്തി ഞാൻ എന്തോ ശക്തിമാനാണ് എന്ന് കാണിക്കുന്ന തരത്തിൽ ബലൂണുകളൊക്കെ ഊതി ഉറപ്പിച്ച് പൊട്ടിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ട് നടന്ന ഒരാളായിരുന്നു PV അൻവർ. അതിനുശേഷമാണ് പാലക്കാട് ഞങ്ങളൊരു വലിയ മുന്നേറ്റം നടത്തുന്നു എന്നുള്ള തരത്തിൽ ചേലക്കരയിൽ ലോറികൾ കൊണ്ടിട്ടുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അഭ്യാസം കാണിച്ച് റോഡ് ഷോ നടത്തിയ ഒരാളാണ് PV അൻവർ. അപ്പോൾ ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റോഡ് ഷോകളിലൊന്നും വലിയ കാര്യമില്ല എന്ന് സത്യസന്ധമായി തന്നെ തിരിച്ചറിഞ്ഞ ഒരാളാണ് PV അൻവർ ഈ തെരഞ്ഞെടുപ്പോടുകൂടി. ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ PV അൻവർ എത്രത്തോളം ഒരു ശക്തനായ ഒരു നേതാവാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കും. ഇനിയിപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ ഒരു സാന്നിധ്യം അറിയിക്കാൻ PV അൻവറിനെ DMK-ക്ക് കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. പക്ഷേ ഇനി ഒരിക്കൽ പോലും PV അൻവറിന് അത്ര വലിയൊരു മുന്നേറ്റം പാർട്ടി കാര്യം പറഞ്ഞുപോയ കാര്യങ്ങളെല്ലാം വലിയ ബെഡായികളാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞപ്പെട്ടു. തന്നെയുമല്ല ഇതുവരെ മുഖ്യമന്ത്രിക്കെതിരായും ശശിക്കെതിരായും ഉയർത്തിയ ആരോപണങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന UDF നേതാവായിരുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായ VD സതീശനെ എതിരെ ഉയർത്തിയ ഒരു അഴിമതി കഥ, ഇതിനൊന്നും ഒരു വ്യക്തമായ തെളിവ് കൊണ്ടുവരുന്നതിൽ PV അൻവർ അമ്പെ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന PV അൻവർ ഇതുവരെ പൊട്ടിച്ചുകൊണ്ടിരുന്നതെല്ലാം ഉണ്ടയില്ലാ വെടികൾ മാത്രമായിരുന്നു എന്ന് വേണം കരുതാൻ. ഇതോടുകൂടി സത്യത്തിൽ PV അൻവർ കാണിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ടത്തരം തന്നെയാണ് ഈ ഇറങ്ങിപ്പോക്ക് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.